Dear parents, Namaskaram, Sudhir Balachandran, Nakshatra Preschool for Little Wonders, Nakshatra Nagar, Chandranagar, പാലക്കാട്. എല്ലാ മാതാപിതാക്കന്മാരുടെ അഭിമാനം അവരുടെ കുട്ടികളാണ്. ചില മാതാപിതാക്കന്മാർ കംപ്ലീറ്റ് അവരുടെ സമയം, അവരുടെ ഇമ്പോർട്ടൻസ് മുഴുവൻ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ അവർ ഇനീഷ്യൽ സ്റ്റേജസിൽ കൊടുക്കും. ചില മാതാപിതാക്കന്മാർക്ക് സമയം ഉണ്ടാവില്ല, ബിക്കോസ് അവർ കുട്ടികളുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ അറ്റൻഷൻ കൊടുക്കാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ വിചാരിക്കില്ല. ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങളൊരു വീട് കെട്ടുമ്പോൾ വീട്ടിൻ്റെ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വീട്ടിൻ്റെ അസ്ഥിവാരമാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫൗണ്ടേഷൻ. അത് കെട്ടുന്ന ആൾക്കാർ വേറെയാണ്, വീട് പണിയുന്ന ആൾക്കാരെല്ലാം നമ്മുടെ അസ്ഥിവാരം കെട്ടുക, അതിൻ്റെ ടീമേ വേറെയാണ്. നല്ല അസ്ഥിവാരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നല്ല വീട് കെട്ടാൻ പറ്റും, അല്ലേ? അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും വീട് കെട്ടുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതേമാതിരിയാണ് നമ്മളുടെ കുട്ടികളുടെ കാര്യം. കുട്ടികൾക്ക് നല്ല ഫൗണ്ടേഷൻ കൊടുത്താൽ അവർക്ക് നന്നായിട്ട് അതിൻ്റെ മുകളിൽ പഠിക്കാനും മനസ്സിലാവാനും ഇൻ്റലിജൻസും അണ്ടർസ്റ്റാൻഡിങ്ങും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വീക്ക് ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടിട്ടാലും അവരുടെ ഫൗണ്ടേഷൻ ഫംബ്ലിങ് ആൻഡ് വീക്ക് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒരു പഠിത്തം നിലനിൽക്കില്ല. സെയിം വീക്ക് ഫൗണ്ടേഷൻ, ദാൻ യു ക്യാൻ ഇമാജിൻ ദാറ്റ് വാട്ട് യു ആർ ഗോയിങ് ടു ഫേസ് ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അത് കാരണം എല്ലാ മാതാപിതാക്കന്മാർ ഹൂ ആർ വെരി ഇൻ്റലിജൻറ്റ്, മെച്ചുവേർഡ് ആൻഡ് അവർക്ക് അറിയാം ഈ 1 to 6 years ആണ് കുട്ടികളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏജ്. അതിൽ കുട്ടികളുടെ ടൈം പാസ്മാരി അവിടെ ഇവിടെയൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ സമയം നഷ്ടപ്പെടുത്തും, അവരുടെ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പീരീഡ് നമ്മൾ നഷ്ടപ്പെടുത്തും. പിന്നെ മറ്റേ കുട്ടികളുടെ ഉമ്മർത്ത് ഈ കുട്ടികൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ സമയം കൊടുത്തില്ല, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, നിങ്ങളപ്പോൾ ആലോചിച്ചില്ല ദാറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റും കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഡെവലപ്പ് ചെയ്യുന്ന ഏജ് എത്രയാണ്, അവർ ഏത് സ്കൂളിലാണ് വിടേണ്ടതെന്ന് നിങ്ങളത് ആലോചിച്ചിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുട്ടികളിൽ ലേറ്റർ പാർട്ട് ഓഫ് ദ ലൈഫിൽ വരും. എത്ര കുട്ടികളാണ് പഠിപ്പിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ചുറ്റണത് നമുക്കറിയില്ലേ, കാണാറില്ലേ? കുട്ടികൾ എന്താ ചെയ്യണത് സ്കൂളിൽ, കുട്ടികൾ കോളേജിൽ എന്താ ചെയ്യണത്? എത്ര കുട്ടികളാണ് സിൻസിയറായിട്ട് ജോലി വേണം, അച്ഛനും അമ്മയും നോക്കണം, പൈസ സമ്പാദിക്കണം, വലിയ നിലയിൽ പോകണം പറഞ്ഞത് ഈ നാട്ടിൽ നമ്മൾ സ്കൂളിൽ പോണ കുട്ടികളിൽ എത്ര കുട്ടികളായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് അവരവരുടെ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്? ബിക്കോസ് ദേ ആർ ലൈക്ക് ദാറ്റ് ഓൺലി. അവർ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇന്നത്തെ കാര്യം ഇന്ന് നോക്കുക, നാളെ നോക്കാം. നോ ഡ്രീം, നോ തിങ്കിങ്, നോ ഇൻ്റലിജൻസ്, നോ കമ്പീറ്റൻസി, നത്തിങ്. അങ്ങനെ പോണു. അത് കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ 2 or 3 ക്ലാസ് ആയി കഴിഞ്ഞാൽ ഒരു ബാഗും തൂക്കിയിട്ട് മാതാപിതാക്കന്മാർ ട്യൂഷനിലായിരിക്കും. എന്താണ് ടീച്ചർ ക്ലാസ് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. എങ്ങനെ മനസ്സിലാവുക? അവരെ ഇൻ്റലിജൻസും അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളെ, പേരൻസ് ആണെങ്കിൽ 1 വയസ്സ് മുതൽ 6 വയസ്സാണ് നിങ്ങളുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയം. 1 തീയതി മുതൽക്ക് 1 ഏപ്രിൽ മുതൽക്ക് 31 മെയ് വരെ ഇതേ സ്കൂളിൽ നമ്മൾ സമ്മർ ക്യാമ്പ് തുടങ്ങുന്നുണ്ട്. കമേഴ്ഷ്യൽ സ്കൂൾ അല്ല. അത് കാരണം ഞങ്ങൾ കൊടുക്കുന്ന സിലബസ് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുക. ഡേ വൈസ് നമ്മൾ എന്തൊക്കെയാണ് ടോപ്പിക്സ് കവർ ചെയ്യണത് അത് മനസ്സിലാക്കുക. ആൻഡ് അത് കഴിഞ്ഞ ശേഷം 2 മാസത്തിന് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം കുട്ടിയുടെ ഉമ്മർത്തിരുന്നിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണും. കുട്ടി എത്ര മെച്ചുവേർഡ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യണത്. നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട്സ് വന്നു, നിങ്ങളുടെ വീട്ടിൽ റിലേറ്റീവ്സ് വന്നു. എൻ്റെ മകൻ എല്ലാ A+ ആണ്, നല്ല മാർക്കാണ്, എല്ലാം നല്ല മാർക്കാണ്. ഓക്കെ, സ്കൂളിൽ ടീച്ചറിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഏതൊക്കെയാണ് സിലബസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തൊക്കെയാണ് ഗെയിംസ് കളിക്കാറുള്ളത്, ഒരു റൈം കേൾപ്പിക്കാൻ പറ്റുമോ? കുട്ടി ശാന്തം ഒളിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിന്നാലെ നാളെ എന്താണെന്ന് അറിയില്ല. വീട്ടിലൊക്കെ നന്നായി പാടും, പക്ഷെ ആൾക്കാർ ഉമ്മർത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടി പാടില്ല. പക്ഷെ എല്ലാം അറിയും കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാം അറിഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? സംസാരിക്കാൻ അറിയില്ല, പ്രസൻറ്റേഷൻ അറിയില്ല, വായി തുറക്കാൻ പേടി, കോൺഫിഡൻസ് ലെവൽ 0, പേഴ്സണാലിറ്റി 0. പക്ഷെ കുട്ടിക്ക് എല്ലാം അറിയും. ഡു യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി ലൈക്ക് ദാറ്റ്, ഓർ യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി ഔട്ട് സ്പോക്കൺ? ഇംഗ്ലീഷ് സറള എന്ന് പറയുന്നു, ഹിന്ദി ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് വെരി നൈസ്ലി, മലയാളം ഷീ ഈസ് സ്പീക്കിംഗ് ഓർ ഹീ സ്പീക്കിംഗ് ഇൻ എ വെരി നൈസ് ഡെക്കറം. കുട്ടികൾ അങ്ങനെയല്ല വേണ്ടത്. ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ടീച്ചേഴ്സിൻ്റെ അടുത്ത്? ആ ടീച്ചേഴ്സ് സംസാരിക്കുന്ന ലാംഗ്വേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൗ ദ ടീച്ചേഴ്സ് സ്പീക്ക് ടു യു? വാട്ട് ഈസ് ദ പോളിഷ്നെസ് വിത്ത് വിച്ച് ദ ടീച്ചർ പ്രസന്റ് യു ഇംഗ്ലീഷ്? വാട്ട് ഈസ് ദ മെച്യോറിറ്റി ഇൻ വിച്ച് ദ ടീച്ചേഴ്സ് ടോക്സ് അബൌട്ട് ദ ചൈൽഡ് ആൻഡ് ദ ഫ്യൂച്ചർ? വെറും 1, 2, 3 ABC മാത്രം നോക്കിയിട്ട് നിങ്ങൾ കുട്ടികളെ വിടുന്നുണ്ടോ? അത് കാരണമാണ് ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ ഈ ബാഗും തൂക്കിയിട്ട് പിള്ളേർ ട്യൂഷനിൽ പോകുന്നത്. ഇവൻ KG കുട്ടികൾ ട്യൂഷനിൽ പോകുന്നുണ്ട്. ബ്രെയിൻ ആൻഡ് ഇൻ്റലക്റ്റ് രണ്ടും ഡെവലപ്പ് ആവില്ല. നിങ്ങളുടെ കുട്ടികളാണ്.
സമയം നോക്കിയിട്ട് അഡ്മിഷൻസും ഓണാണ് നക്ഷത്ര പ്രീ സ്കൂൾ. കമേഴ്ഷ്യൽ സ്കൂളല്ല, പൈസയ്ക്ക് വേണ്ടി നടത്തുന്ന സ്കൂളല്ല. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളിത് നോക്കിയ ശേഷം സമ്മർ ക്യാമ്പ് നിങ്ങൾക്ക് വിടണമെന്നുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽക്ക് 1 April to 31 May സമ്മർ ക്യാമ്പ് ഉണ്ട്. അതുമാതിരി തന്നെ റെഗുലർ അഡ്മിഷൻ, പ്രീ നഴ്സറി 3 വയസ്സേ ചെറുത്, 3 വയസ്സിനെക്കാട്ടിലും ചെറിയ കുട്ടികൾ നമ്മൾ പ്രീ നഴ്സറിയിൽ ഇടുക. നമ്മൾ കുട്ടികളെ പോയിട്ട് ഡേ കെയറിൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, മുഴുവൻ സമയം വേസ്റ്റ് ആവും. ഡേ കെയർ നടത്തുന്നത് നോൺ പ്രൊഫഷണൽ ആൾക്കാരാണ്. അവർക്ക് ട്രെയിനിങ് ഉണ്ടാവില്ല, അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. ഫോർ ടീച്ചർ ബിക്കമിങ് എ പ്രീ സ്കൂൾ ടീച്ചർ, he or she should have undergone at least a very good training from a very good institute of repute. അതില്ലെങ്കിൽ പിന്നെ വെറും ടൈം പാസ്സാണ്. നിങ്ങൾ ഈ ഡേ കെയർ സെൻറ്റർ വീട്ടമ്മമാർ നടത്തുന്നതിൽ കൊണ്ട് കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പഠിച്ചില്ല, ബുദ്ധിയില്ല, കോമ്പറ്റീഷൻ എക്സാം പാസ്സാവില്ല, സംസാരിക്കാൻ കിട്ടില്ല, ആൾക്കാരെ കണ്ടാൽ പേടി പറഞ്ഞില്ല, കുട്ടികളെ ബ്ലെയിം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ദയവ് ചെയ്ത് 3 വയസ്സിൻ്റെ കമ്മിയുള്ള കുട്ടികളെ പ്രീ നഴ്സറിയിൽ വിടുക, 3 വയസ്സിന് കൂടുതൽ കുട്ടികളെ നഴ്സറിയിൽ വിടുക, 4 വയസ്സിൽ കൂടുതൽ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ലോവർ കിൻഡർ ഗാർഡനിൽ അഡ്മിഷൻ കൊടുക്കുക, ആൻഡ് 5 വയസ്സ് മുകളിൽ കുട്ടികളെ അപ്പർ കിൻഡർ ഗാർഡൻ. ദ സിലബസ് ഈസ് ഓൾ A-tier സിലബസ്. നല്ല സിറ്റീസിൽ പഠിപ്പിക്കുന്ന സിലബസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, കമ്പൽസറി ഉണ്ട് ഹിന്ദി. ലോവർ കിൻഡർ ഗാർഡൻ അപ്പർ കിൻഡർ ഗാർഡൻ ഹിന്ദി പഠിപ്പിക്കും. ഇവിടെ ടീച്ചർമാർക്ക് സംസാരിക്കാൻ അറിയില്ല, പിന്നെ എന്താ പഠിപ്പിക്കുക? അവർ ജമ്മത്ത് ഹിന്ദി പഠിച്ചിട്ടുണ്ടാവില്ല. Now you have to speak, you have to speak, you have to rehearse, you have to understand, and you have to deliver it. 25 കുട്ടികൾ 30 കുട്ടികൾക്ക് 6 ടീച്ചർ വെച്ചിട്ട് ഒരു സ്കൂൾ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവിടെ എന്തായിരിക്കും പഠിപ്പ് എന്ന്? 30 കുട്ടികളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചറും വെച്ചൊരു സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും പഠിപ്പ്? നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ നോക്കാൻ പറ്റുക? ഇൻഡിവിജ്വൽ കെയർ കിട്ടുമോ കിട്ടില്ല? നിങ്ങൾക്ക് മനസ്സിലാക്കിയൂടെ? നക്ഷത്ര പ്രീ സ്കൂൾ ഫോർ ലിറ്റിൽ വണ്ടേഴ്സ് സമ്മർ ക്യാമ്പ് ഈസ് ഓൺ ഫ്രം 1 April to 31 May. വരിക, പരിചയപ്പെടുക, ആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ടീച്ചേഴ്സിന് ഇൻ്റർവ്യൂ കൊടുക്കുക. ഞങ്ങൾ കുട്ടികളുടെ ഇൻ്റർവ്യൂ എടുക്കില്ല, ഞങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കുക. നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം തരും. ആൻഡ് ഇൻട്രാക്ട്. ടീച്ചേഴ്സ് എന്താ ക്വാളിഫിക്കേഷൻ, ടീച്ചേഴ്സ് എവിടേക്കാണ്, ഏതൊക്കെ സ്കൂളിലും കോളേജസിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്, ടീച്ചേഴ്സ് എവിടേക്കാണ് വെളിയിൽ പോയിരിക്കുന്നത്, അവർക്ക് ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചേഴ്സിനെ മനസ്സിലാക്കുക. അല്ലാണ്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് മറ്റേ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ഇരുത്തുകയല്ല ചെയ്യേണ്ടത്. ആ ടീച്ചർ ജമ്മത്തൊരു ട്രെയിനിങ്ങിനും പോയിട്ടുണ്ടാവില്ല, ഡെവലപ്മെൻറ്റിനും പോയിട്ടുണ്ടാവില്ല. 10-20 കൊല്ലമായിട്ട് അതേ സ്കൂളിൽ അതേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം മാറി, കൊല്ലം മാറി, പഠിപ്പിക്കുന്ന വിധം മാറി, സിലബസ് മാറി, and the entire generation has changed. But the only thing which is not changed is our teacher and the teaching methodology. Pathetic, isn't it? So please do visit us. ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. മോർണിംഗ് മുതൽക്ക് വൈകുന്നേരം വരെയാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. ദ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്, കമ്പ്യൂട്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മാനേഴ്സ്, സ്പീക്കിംഗ് എബിലിറ്റീസ്, ഡ്രോയിങ്, ആർട്ട്, മ്യൂസിക്, interaction, speaking, English speaking, Hindi speaking, extempore speaking, understanding words, boldness, confidence, personality. ഇതൊക്കെയല്ലേ വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക്. താങ്ക് യു. വിഷിംഗ് യു ഓൾ എ ഗ്രേറ്റ് വീക്കെൻഡ് ഹെഡ്. ബൈ ബൈ. ഗോഡ് ബ്ലെസ്.